ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമോഹത്തിന് വേണ്ടി നമുക്ക് നൽകി തന്നതായിരിക്കുന്ന ഈ ആർച്ചും അതുപോലെ ഈ ഗേറ്റും ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതിനു മുമ്പായിട്ട് ഗേറ്റ് സ്പോൺസർ ചെയ്ത ആളും ആർച്ച് സ്പോൺസർ ചെയ്തിരിക്കുന്നതുകൊണ്ട് മുമ്പോട്ട് നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. കോർഡിനേറ്റേഴ്സ് തയ്ക്കാറില്ല ഒരാൾ സെക്രട്ടറി. ഈ സമയത്ത് അഭിനന്ദ തിരുമനസിനോട് ഈ കാര്യങ്ങൾ ചെയ്തു വരുവാനായിട്ട് സഭയുടെ തയ്ക്കാനായിരിക്കുന്ന റോബിൻ ഐസക് റിക്വസ്റ്റ് വായിക്കുന്നത്. അഭ്യർത്ഥന. PSI ഈസ്റ്റ് കേരള മഹാടവക അഭിനന്ദ ബിഷപ്പ് ഡോക്ടർ VS ഫ്രാൻസിസ് തിരുമേനി മുമ്പാകെ തിരുമാപ്ര സഭ വിശ്വാസിക്ക് വേണ്ടി കൈകാരൻ റോബിൻ ഐസക് സമർപ്പിക്കുന്ന അഭ്യർത്ഥന. അഭിനന്ദ തിരുമേനി, തിരുമാപ്ര സെന്റ് പീറ്റേഴ്സ് CSI സഭയുടെ ഉപയോഗത്തിനായി പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന ആർച്ച്, ഗേറ്റ്, കൊടിമരം, ആനവാതിൽ എന്നിവ പ്രതിഷ്ഠിച്ച് തരുമാറാകണമെന്ന് തിരുമേനിയോട് അഭ്യർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നേക്ക് 175 വർഷം മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായി കെൻഡർ ബേക്കർ ജൂനിയർ എന്ന ദൈവ അഭിഷക്തൻ കടന്നു വന്നു. അന്നു മുതൽ ഇന്ന് വരെ ദൈവം നമ്മളെ എത്രയോ അത്ഭുതകരമായി അതിശയമായി വഴി നടത്തിയിരിക്കുന്നു എന്ന് ഓർക്കുവാനും അതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായിട്ടാകുന്നു നമ്മൾ 175ാമത് വർഷ പ്രതിഷ്ഠാപന പെരുന്നാൾ, ജൂബിലി പെരുന്നാൾ കൊണ്ടാണ്. അതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആർച്ചും ഗേറ്റും കൊടിമരവും അതുപോലെ തന്നെ നമ്മുടെ ദേവാലയത്തിന് പുതിയതായിട്ടുള്ള ഒരു വാതിലും അതുപോലെ തന്നെ സെമിത്തേരിയുടെ നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇതിന് മുന്നിട്ടിറങ്ങുകയും ഇതിനുവേണ്ടി എല്ലാവിധമായ സഹായങ്ങളും ചെയ്ത കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇതെല്ലാം ദൈവനാമ മൗദ്യത്തിനാട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നലെ മുതൽ നമ്മൾ പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിച്ചു. മറ്റ് പലവിധമായ പ്രോഗ്രാമുകളും ഒക്കെയും ഉണ്ടായിട്ട് അതെല്ലാം മാറ്റിവെച്ച് ഈ 175ാമത് പ്രതിഷ്ഠാ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ, ജൂലി പെരുന്നാളിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നിങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നതും ദൈവത്തെ പാടുന്നതും സ്തുതിക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുന്നതും അത് നിങ്ങൾക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ വരുവാനായിട്ട്, നിങ്ങളുടെ പേരിലും നിങ്ങളുടെ തലമുറയുടെ പേരിലും അനുഗ്രഹങ്ങൾ വരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്കറിയാം, താഴെ കെൻഡർ ബേക്കർ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലത്ത് ഇന്നലെ നമ്മളവിടെ ആരാധന ഉണ്ടായിരുന്നു. അവിടെ ആദ്യം പ്രാർത്ഥന ആരംഭിച്ചു, ആലയം ആരംഭിച്ചു. അതിനുശേഷം ഇവിടെ നമ്മൾ ആരംഭിച്ചു. ഇവിടെ ഈ ആലയം പണിയുന്നതിന് മുമ്പുണ്ടായിരുന്ന ആലയവും ഇവിടെയാണ്, ഈ ഗ്രൗണ്ടിലാണ് അതുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന പുതിയ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. ഇക്കാലം അത്രയും ദൈവം ചെയ്ത എല്ലാ നന്മകളെ നമുക്ക് ഓർക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സുവിശേഷം ഇവിടെ വന്നതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ, ആ ദൈവത്തിൻ്റെ സ്നേഹം മൂലം നമ്മളെ കാണുവാൻ നമ്മളെ സ്നേഹിച്ച സ്നേഹനിമിത്തമാണ് നമുക്കിതെല്ലാം കിട്ടിയത് എന്ന് ഒരു നാളും നമ്മൾ മറന്നു പോകരുത് എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു നാളും നമ്മളിവിടെ സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായി വന്ന കെൻഡർ ബേക്കർ ജൂനിയറെയും അദ്ദേഹത്തോട് ചേർന്ന് വന്ന അനേക ദൈവമക്കളെയും നമ്മൾ മറക്കരുത്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അവരാണ് നമ്മളെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്, വേറെ ആരുമേ അല്ല എന്ന് നമ്മൾ മറന്നു പോകരുത്. അതോർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. മാത്രമല്ല, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോഴും ആ ആദിമകാലം തൊട്ടുള്ള ദൈവം ചെയ്ത നമ്മളെ ഓർക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഇടയാക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് നൽകിയ ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കയറ്റുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആദ്യമായിട്ട് ആർച്ച് നമുക്ക് പണി കഴിപ്പിച്ച് തന്നത് റോസ്മ മാമൻ മാടക്കല്ലെങ്കിൽ ഫാമിലിയാണ്. അത് പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നത്. അതിനുശേഷം കുമാരി വിജി മരിയ ജോർജ് കന്തക്കല്ലിങ്ങിൽ നമുക്ക് ഗേറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നു. രണ്ടും ഇപ്പോൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് വേർതിരിക്കാൻ ആദ്യമായിട്ട് ആർച്ച്.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ആർച്ച് നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ആമേൻ. In loving memory of late Mr. M.S. Marmon and late Mrs. Rebecca Marmon, Madakallingal and late Mr. James E.D. Yindanal, arch sponsored by Rosamma Marmon, Lovely, Madakallingal and family. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. To the glory of God, the arch and gate of the church, sponsored by Mrs. Rosamma Marmon, Madakallingal and Miss Niji Miriam George Pandakallingal, the initial project of the Rudram Bicentenary 1975 year celebration of St. Peter's CSI Church, Irmapra, dedicated on 1st March 2024 by Right Reverend V.S. Francis, Bishop in East Kerala Diocese, in the presence of Right Reverend Dr. K.G. Daniel, Vicar Reverend Roy Mon P.J., Church Committee 2023-2024. Amen. നാട മുറിച്ച നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യുക. ഗേറ്റ് പ്രവേശിച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ഈ വാതിൽ ഞങ്ങൾ തിരുനാമത്തിൽ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുമ്പോൾ ഈ ഗേറ്റിലൂടെ ആലയത്തിലേക്കും അതിലൂടെ ദൈവരാജ്യത്തിലേക്കും പ്രവേശിക്കുന്നതിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ്, ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഈ ഗേറ്റിലൂടെ ഈ ആലയത്തിലേക്കും ഈ സ്ഥലത്തേക്കും പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ നിത്യമായി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണെന്നും അതിനുള്ള ഏക ഗേറ്റ്, ഏക വാതിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നുള്ള നിശ്ചയത്തിലും ഉറപ്പിലും യേശു ക്രിസ്തുവിലൂടെ പ്രവേശിപ്പാൻ സഹായിക്കണം. ഈ ഗേറ്റ് സ്പോൺസർ ചെയ്ത മകളെയും അവളുടെ ഭാവി തലമുറയെല്ലാം നീ അനുഗ്രഹിച്ച് ആസ്വദിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തുതിപ്പിന് സ്തുതിപ്പിന് യേശുവേ എന്നുള്ള പാട്ട് പാടി നമുക്ക് കൊടിമരത്തിൻ്റെ ചുവട്ടിലോട്ട് കയറാം.